وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വികല മേഖലകളിൽ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിലെ രാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞ ഒറ്റയായ രാവുകളിൽ ഒരു സന്ദർഭമാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നത് ഇസ്ലാമിന്റെ പരിച്ഛേദമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ആ പദം സുന്നത്തും അൽ ജമാഅത്തും ചേർന്ന് നിൽക്കുന്നത് എന്തൊക്കെയാണോ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലുണ്ട്, അവിടുത്തെ ഫിഅലുണ്ട്, അവിടുത്തെ തഖ്രീർ ഉണ്ടാവും. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ഏകോപിച്ച വിഷയം ഏതാണോ അൽ ജമാഅ എന്ന് പറയാം. ഇത് രണ്ടും വിശ്വാസ കർമ്മ മേഖലകളിൽ ചേർത്തു പിടിച്ചു മുന്നോട്ട് പോകുന്ന വിഭാഗത്തിനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയാം. ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തിലും അതിന് കൃത്യമായ ഒരു മാതൃക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാതൃക കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം 33-ാം അധ്യായം സൂറ അൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. പ്രവാചകന്റെ മാതൃക വന്നാൽ പിന്നെ സ്വതന്ത്ര തീരുമാനം പാടില്ല. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിൽ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്: വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഒരു വിശ്വാസി ഒരു വിശ്വാസിനി അവർക്ക് യോജിച്ചതല്ല. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചാൽ പിന്നെ സ്വതന്ത്ര തീരുമാനമെടുക്കുക എന്നത് അവർക്ക് യോജിച്ചതല്ല. ആരെങ്കിലും അല്ലാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ അവൻ വ്യക്തമായും വഴിപിഴച്ചവനായി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതിൽ നിന്ന് ഒരാൾ സ്വതന്ത്ര തീരുമാനത്തിലേക്ക് മാറിയാൽ അയാൾക്ക് പിഴവാണ് അയാൾക്ക് പറ്റിയിരിക്കുന്നത് എന്ന് ഖുർആൻ നസ്സാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംറിനോട് എതിരാവാൻ പാടില്ല. പരിശുദ്ധ ഖുർആന്റെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 63-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞ വാചകം: ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അംറിനോട് എതിരാകുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്കൊരു ഫിത്ന ബാധിക്കുമെന്ന്. ആ ഫിത്ന എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് കുഫർ വരും, അല്ലെങ്കിൽ അവർക്ക് നിഫാഖ് വരും, അല്ലെങ്കിൽ അവരിൽ ബിദ്അത്ത് വരും. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട 3 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ
നമ്മുടെ വിഷയത്തിൽ ഏതു കാര്യത്തിലും നമുക്ക് ഉസ്വത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ ചെയ്തതിനപ്പുറത്തേക്ക് കടക്കുക നമുക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇനി നമസ്കാരത്തിലേക്ക് എടുക്കാം. നമസ്കാരം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃകയായി കാണിച്ചെന്നത്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു, ഇല്ലേ? 5 നേരം നിസ്കരിക്കുന്നു. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് 5 നേരം നിസ്കരിക്കുന്നു. ആ 5 നേരം നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നിർബന്ധമാക്കി, ഈ ഉമ്മത്തിന് നിർബന്ധമാക്കി അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞു ഭൂമിയിലെത്തി. നിസ്കാരം നിർബന്ധവുമായിട്ടാണ് പ്രവാചകൻ വരുന്നത്. പിറ്റേ ദിവസത്തെ സുബഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? ലി അദമി കൈഫിയത്തിഹ, എങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് അറിയില്ല. അള്ളാഹു നിസ്കരിച്ചോളാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടലല്ലോ, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടലല്ലോ നിസ്കാരം. അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ അള്ളാന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ആ നിസ്കാരം എങ്ങനെയാവണമെന്നതും അള്ളാഹ് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് റസൂൽ നിസ്കരിച്ചില്ല. ളുഹറിന്റെ സമയമായി ജിബ്രീൽ വന്നു, അസ്റിന്റെ സമയത്ത് ജിബ്രീൽ വന്നു, മഗ്രിബിന്റെ സമയത്ത് ജിബ്രീൽ വന്നു, സുബൈന്റെ സമയത്ത് ജിബ്രീൽ വന്നു, പിറ്റേ സുബൈക്ക് വന്നു, പിന്നെ ളുഹറിന് വന്നു, അസ്റിന് വന്നു, മഗ്രിബിന് വന്നു, ഇശാ വന്നു, സുബൈക്ക് വന്നു. 2 ടൈമുകളിൽ നിസ്കാരം കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ആ നിസ്കാരം സഹാബത്തിന് കാണിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് കണ്ടുവോ അപ്രകാരം നിങ്ങൾ നിസ്കരിക്കുകയും. അപ്പൊ കൃത്യമാണ് വിഷയം. അപ്പൊ നിസ്കാരത്തിൽ ഏതൊക്കെ നിസ്കാരം, ഏത് നിസ്കാരമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ഫർദ് നിസ്കാരം നബി തങ്ങൾ കാണിച്ചു തന്നു. ഖബലിയും ബഅദിയുമായ അഥവാ റവാത്തിബ് നിസ്കാരം എത്രയാണ്, എങ്ങനെയാ നിസ്കരിക്കേണ്ടത് കാണിച്ചു തന്നു. പെരുന്നാൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം കാണിച്ചു തന്നു. ളുഹാ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം കാണിച്ചു തന്നു. ഇസ്തിസ്ഖാ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം കാണിച്ചു തന്നു. ജംഉം ഖസ്റും എങ്ങനെയാവണം കാണിച്ചു തന്നു. സ്വലാത്തുൽ ഖൗഫ് എങ്ങനെയാണ് കാണിച്ചു തന്നു. അങ്ങനെ നമസ്കാരത്തിന്റെ മുഴുവനും കാണിച്ചു തന്നു. അതിന്റെ എണ്ണവും അതിന്റെ രൂപവും എല്ലാം കാണിച്ചു തന്നു. അതിൽ ഖിയാമുൽ ലൈൽ മാത്രം നബി തങ്ങൾ എന്താ കാണിക്കാതെ പോയിട്ടുണ്ടോ? രാത്രി നിസ്കാരത്തിന് മാത്രം ഒരു അന്തല്ല, അത് നബി തങ്ങൾ കാണിക്കാതെ പോയതാണോ? അല്ല, അതിനും കൃത്യമായ മാതൃകയുണ്ട്. എത്രയാ രാത്രി നിസ്കാരം നബി തങ്ങൾ നിസ്കരിച്ചത്? അത് റമളാൻ അല്ലാത്തപ്പോ എത്തുമായിക്കോട്ടെ, എത്ര നിസ്കരിച്ചു? വളരെ കണിശമാണ്, കൃത്യമാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മഹദി അവர்கள் പറഞ്ഞു, മകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലോ അല്ലാത്തപ്പോഴോ നബി തങ്ങൾ രാത്രി നിസ്കാരം 11-ലധികം വർദ്ധിപ്പിച്ചിരുന്നില്ല. ചില ഹദീസിൽ 13 എന്ന് കാണാം, 13. അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ സുബൈന്റെ സുന്നത്ത് ഇങ്ങോട്ട് ചേർത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇശാഇന് ശേഷമുള്ള സുന്നത്തിന് അങ്ങോട്ട് ചേർത്ത് പറഞ്ഞതാണ്. എന്തായാലും 13, 11 പ്രവാചകന്റെ രാത്രി നിസ്കാരം. ക്ലിയർ. അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂൽ വീട്ടിൽ നിസ്കരിച്ച എത്ര? 11. നബി തങ്ങൾ ജീവിതത്തിൽ സ്വഹാബത്തിന് ജമാഅത്ത് മാതൃകയാക്കി കാണിച്ചു കൊടുത്തു. തറാവീഹ് നമസ്കരിച്ചു റമളാനിൽ 3 ദിവസം. എത്രയായിരുന്നു നിസ്കരിച്ചത്? 11. അതിനപ്പുറത്തേക്ക് നിസ്കരിച്ചിട്ടില്ല. 11 റക്അത്താണ് നിസ്കരിച്ചത്. അതാര് പറഞ്ഞു? ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രവാചകന്റെ പിന്നിൽ നിസ്കരിച്ച സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൊണ്ട് 11 റക്അത്ത് നിസ്കരിച്ചു. 11-നപ്പുറത്ത് നബി തങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുന്ന സ്വഹീഹായ ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല, ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല. പിന്നെ റമളാനിൽ എത്രയും രാത്രി നിസ്കരിക്കാമോ? പറ്റൂല. രാത്രി നിസ്കാരമല്ലേ, അത് വിശാലമല്ലേ, എത്ര നിസ്കരിച്ചൂടെ? അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂൽ അങ്ങനത്തെ ഒരു വാസിയായ നിലപാട് കാണിച്ചു തന്നിട്ടില്ല. ചില ആളുകളൊക്കെ അമ്രുൻ വാസിഉൻ എന്ന് പറയുന്നുണ്ട്, അത് വിശാലമായതാണ്, അത് എത്ര നിസ്കരിക്കാം? ഇല്ല. അതിന് ആളുകൾ തെളിവ് പിടിക്കുന്നത് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന ഫഇൻ ഖശീത സുബ്ഹ ഫൗതിർ ബിവാഹിദാൻ. രാത്രി നിസ്കാരം ഈ രണ്ടായി നിസ്കരിക്കണം. നിങ്ങൾ സുബഹി ഭയപ്പെട്ടാൽ ഒന്നുകൊണ്ട് വിത്റാക്കണം. ഇത് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെ? നബി തങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സുബഹി വരെ നീണ്ടു നിസ്കാരം, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. സുബഹി വരെ നീണ്ടു നിൽക്കുക, അതാണല്ലോ നിസ്കാരം, ദീർഘമായ നിസ്കാരം. ആ സുബഹി വരെ നീണ്ടു നിസ്കാരത്തിൽ നബി തങ്ങൾ 11 നിസ്കരിച്ചുള്ളൂ. പ്രവാചകന്റെ രാത്രി നിസ്കാരം
റമദാനിന്റെ തറാവീഹാണ് പ്രധാനം. ചില ആളുകൾക്ക് തറാവീന്ന് കേൾക്കുമ്പോ 20 കഴിഞ്ഞാൽ പിന്നെ ഓക്കാനാണ്. 20 ദിവസം കഴിഞ്ഞ് അവസാനത്തെ 10 വന്നാൽ, റമദാനിലെ അവസാനത്തെ 10 വന്നാൽ തറാവീന്ന് കേൾക്കുമ്പോ ഓക്കാൻ. തറാവിയാ, ഞങ്ങളൊക്കെ ഖിയാമുൽ ലൈല, പിന്നെ ഞങ്ങളൊക്കെ പകലല്ലേ നിസ്കരിക്കണത്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇശാ നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ തുടങ്ങി സുബഹിക്ക് മുമ്പ് വരെ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരത്തിന്റെ ടൈമാണ് അത്, ഡ്യൂറേഷനാണ്. ളുഹറിന്റെ സമയം ഏതാണ്? മധ്യാഹ്നത്തെത്തിയത് മുതൽ അസ്റിന്റെ സമയം, അസ്റിന് ഒത്തുമ്പോ വരെ വിശാലമായ സമയമാണ്. അസ്റിന്റെ സമയം ഏതാണ്? അവിടെ മുതൽ ഇന്ന സമയം വരെ വിശാലമായ സമയമാണ്. എന്നതുപോലെ രാത്രി നിസ്കാരത്തിന്റെ സമയം എവിടെയാണ്? ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ മുതൽ തുടങ്ങി ഫജ്റിന്റെ സമയം വരെ വിശാലമായ സമയമാണ്. അതിൽ ഒരാൾക്ക് എങ്ങനെ നിസ്കരിക്കാം? ആ നിസ്കാരത്തിന്റെ രൂപം ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിൽ ജമാഅത്ത് ഒരു ഇമാമിന്റെ കീഴിൽ പിന്നീട് കൊണ്ടുവരുന്നത്. അന്ന് ഇമാം എന്ന ആളാരാണ്? ഉബയ്യ് ഇബ്നു കഅബ് അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് എത്ര നിസ്കരിക്കാനാ പറഞ്ഞത്? അമറ ഉമർ ഉബയ്യ് ഇബ്നു കഅബ് വതമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസി ബി 11 റക്അ. തമീം അദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് 11 റക്അത്ത് നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിസ്കരിപ്പിച്ചത് രാത്രിയുടെ തുടക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, 3 തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ചു. അതിനാൽ മസ്ജിദുൻ നബവിയിൽ ജമാഅത്തായി 3 ദിവസം നിസ്കരിച്ചു. അതിൽ ഒന്നാമത്തെ ദിവസം നടക്കുന്നത് രാത്രിയുടെ 1/3 കഴിയുന്നത് വരെ. രാത്രിയുടെ 1/3 കഴിയുന്നത് വരെ. ഇപ്പോ മഗ്രിബിന്റെ സമയം 6:38. ആദ്യം നിസ്കരിച്ച നിസ്കാരം രണ്ടാമത്തെ നിസ്ഫുൽ ലൈലാണ്. അപ്പൊ ഒരു 4 കൂടെ കൂടും. ഒരു 4 കൂടെ കൂടി ഏകദേശം 2 മണി വരെ. അവസാന ദിവസം ഫജ്ർ വരെയാണ്, അഥവാ അത്താഴത്തിന്റെ സമയം വരെ നിസ്കരിച്ചു, പൂർത്തിയാക്കി നിസ്കരിച്ചു. ഇടയ്ക്ക് ചില മനുഷ്യന്മാര് വലിയ വളവത്തരം കാണിക്കും. അതിന്റെ 8 കഴിഞ്ഞാൽ ബാക്കി 3 ഓഫ് ചെയ്യും. അത് ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചോളാം. എന്തിനാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയത്? പ്രതിഫലം കൂടുതൽ കിട്ടാനല്ലേ? അല്ലേ 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 എന്നാ എന്താ പ്രതിഫലം? രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമാണോ ഉദ്ദേശിക്കുന്നത്? എന്നപ്പ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ പള്ളിയിൽ തറാവി നിസ്കരിച്ച മുഴുവൻ, രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് രേഖ. ആരാ കേമൻ? ഇതാണ് പ്രവാചകന്റെ ചര്യ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ചില ആളുകളൊക്കെ ഇങ്ങനെ ഈ വസ്വാസം ഉണ്ടാക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ദിവസം നിസ്കരിച്ചു. നബിയെ, ഇനിയും സമയം ഇഷ്ടം പോലെ ബാക്കിയാണ്, അവസാനത്തെ 10ആണ്, നമുക്കങ്ങ് ബാക്കിയുള്ള സമയത്ത് സുന്നത്ത് നിസ്കരിച്ചാലോ? ലൗ നഫൽതനാ ബഖിയത ലൈലതിനാ, നമ്മുടെ രാത്രിയുള്ള സമയത്ത് നബിയെ ഒരു സുന്നത്ത് അങ്ങ് നിസ്കരിപ്പിച്ചാലോ? റസൂലുള്ളാഹി പറഞ്ഞില്ല, വേണ്ട, ഇമാമിന്റെ കൂടെ നിസ്കരിച്ചോ. എന്നാൽ എന്തായി? അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. ഇതെവിടെയാ? റമദാന്റെ ആദ്യത്തെ 10-ലല്ല, രണ്ടാമത്തെ 10-ൽ. ദീൻ നിങ്ങൾക്കോ? നിങ്ങളെന്നാടോ നബിക്ക് ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക? ചില ആളുകളുടെ ഒക്കെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ ഒരു നബിക്ക് അങ്ങോട്ട്, അള്ളാഹു ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി അയച്ച റസൂലുള്ളാഹിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കണ്ടിട്ടാ സ്വഹാബത്ത് ദീന് പഠിച്ചത്. സ്വഹാബത്തിന്റെ ഇജ്മാ പരിശോധിച്ച കാണാം, റമദാനിലെ നിസ്കാരം അവരെല്ലാവരും ജമാഅത്ത് നിർവഹിച്ചത് ഈ തറാവീഹാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അക്കാലഘട്ടം മുതൽ പരിശോധിച്ച് നോക്കുക, സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ കാണാം, അവരെല്ലാവരും പറയുന്നത്, ഏത് മദ്ഹബ് എടുത്തോളൂ, അവിടെ ഒക്കെ പറയണത് എന്താ? റമദാനിന്റെ അഫ്ളലിയത്ത് എന്ന് പറയുന്നത്, തറാവീഹിന്റെ സമയത്തിന്റെ അഫ്ളലിയത്ത് എന്ന് പറയുന്നത് ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിൽ ഇശാ കഴിഞ്ഞ ഉടനെയാണ്. ചില ആളുകൾക്ക് അതിങ്ങോട്ട് ഉടനെ എന്ന അള്ളാഹുവിന്റെ പ്രയോഗം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്ക്. നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയിലായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിക്കോ. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അതാണ് ഉത്തമം, അതാണ് ഏറ്റവും നല്ല പര്യവസാനം. ഇത് അള്ളാഹുവിന്റെ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഒരാൾ ഒരു കർമ്മം ചെയ്തു അതിൽ നമ്മുടെ അമ്രില്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ്.
അതുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ കൃത്യമായിട്ട് പറഞ്ഞു, ഫതൂസനുൽ അഖ്വാലു വൽ അഅമാലു ബിഅഖ്വാലിഹി വഅഅമാലിഹി ഫമാ വാഫഖ ദാലിക ഖബലുഹു വമാ ഖാലഫഹു മർദൂദുൻ വഖായിലി മർദൂദുൻ ഇലാ ഖായിലിഹി വഫാഇലിഹി കായിനം മൻ കാൻ. നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും എല്ലാം റസൂലുള്ളാഹിന്റെ വാക്കും പ്രവൃത്തിയായിട്ട് തുലനം ചെയ്യണം. റസൂലുള്ളാഹിന്റെ വാക്കിനോടും പ്രവൃത്തിയോടും യോജിച്ചതാണോ സ്വീകരിക്കണം, അല്ലെ എവിടെ നിന്നുണ്ടായാലും കുഴപ്പമില്ല തള്ളിക്കോണം. ഇതാണ് ദീന്. ഇത് ദീനാണ്. എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതല്ല, അള്ളാഹുവിന്റെ ഇഷ്ടവും താല്പര്യവുമാണ് വിഷയം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കും. ഞാൻ എന്റെ ആമുഖം എന്നെ ഒരു തുടക്കം പറഞ്ഞു വെച്ചെന്ന് മാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീനാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അമൽ എന്തിനാണ്? റബ്ബിനടുത്ത് സ്വർഗം കിട്ടാനാണ്. സ്വർഗം കിട്ടാൻ എന്താണ് വേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ട് പോയിട്ടുണ്ട്, അല്ലേ? മാ മിൻ ശൈഇൻ യുഖർരിബുക്കും മിനൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഏതേ കാര്യമുണ്ടോ ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമാണ്, സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനമാണോ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു കാണിച്ചു തരണം, അള്ളാഹു പഠിപ്പിക്കണം, അത് റസൂൽ നമുക്ക് ഫിഅലായി കാണിച്ചു തരണം. അവിടെ നിൽക്കുകയാണ് സത്യവിശ്വാസിക്ക് ഏറ്റവും കരണീയമായിട്ട്. അതിനപ്പുറത്തേക്ക് കടക്കുക എന്നത് അത് വിശ്വാസി അള്ളാന്റെ റസൂലിനെ തൃപ്തിപ്പെടാത്തതിന്റെ, നബി മതിയാകുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിടത്ത് നിന്ന് ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതെ, രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചെന്ന രണ്ട് രൂപങ്ങളാണ്. യുസല്ലി അർബഅൻ, യുസല്ലി അർബഅൻ, റസൂൽ 4 നിസ്കരിക്കും. ലാ യസ്അൽ അൻ തൂൽ ലാ യസ്അൽ അൻ തൂലിഹിന്ന വഹുസ്നിഹിന്ന ലാ തസ്അൽ അൻ തൂലിഹിന്ന വഹുസ്നിഹിന്ന. അതിന്റെ നീളവും അതിന്റെ ഭംഗി നീ എന്നോട് ചോദിക്കരുത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. സുമ്മ യുസല്ലി അർബഅൻ, പിന്നെ റസൂൽ എന്ത് ചെയ്യും? 4 റക്അത്ത് നിസ്കരിക്കും, ദീർഘമായ നിസ്കാരം. പിന്നെ റസൂൽ വിത്റാക്കും. ഇതാണ് ഒരു രൂപം. മറ്റൊന്നാണ് 2-2-2 നിസ്കരിച്ചുകൊണ്ട് അവസാനം വിത്റാക്കാം. ഇതിനിടയ്ക്കൊക്കെ തർവീഹത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുക, വിശ്രമം എടുത്തുകൊണ്ട് നിസ്കരിക്കുക. അതുകൊണ്ടാണ് അതിന് തറാവീഹ് എന്നൊരു പേര് പിൽക്കാലത്ത് വന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് തറാവീഹ് എന്ന് പേരില്ല, പേര് ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ എന്നൊക്കെ മാത്രമേ ഉള്ളൂ. തർവീഹത്ത് ഉണ്ട് എന്നതുകൊണ്ട് പിൽക്കാലത്ത് എന്ത് ചെയ്തു? പണ്ഡിതന്മാർ അതിനെ തറാവീഹ് എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അതെ, തറാവീഹ് നിസ്കാരം, അതായത് റമളാനിലെ രാത്രി നിസ്കാരത്തിന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. തഹജ്ജുദ് എന്ന നിസ്കാരം ഉണ്ടോ? ഉണ്ട്. അത് ഓരോരുത്തരും ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. റമളാനിൽ അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കലാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ആ രാത്രി നിസ്കാരത്തിന്റെ ഹുക്മ് കഴിഞ്ഞു. റമളാൻ അല്ലാത്ത സമയങ്ങളിൽ ജമാഅത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ സൗകര്യപ്പെടുന്നതനുസരിച്ച് ഒന്നെങ്കിൽ ഇശ കഴിഞ്ഞിട്ട് 3 റക്അത്തോ 5 റക്അത്തോ നിസ്കരിച്ച് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഉറങ്ങിയ ശേഷം രാത്രി എഴുന്നേറ്റിട്ട് നിസ്കരിക്കാം. അത് ആ രൂപത്തിൽ നിസ്കരിക്കാം. റമളാനിലാകുമ്പോൾ അതിന്റെ പ്രത്യേകത തറാവീഹ് എന്ന നിലക്ക് പള്ളിയിൽ നിന്ന് ജമാഅത്തായിട്ട് നിർവഹിക്കലാണ്. അതാണ് സുന്നത്തുൽ മുസ്ലിമീൻ. അതായത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈങ്ങൾ പ്രധാനിയാണ്. അദ്ദേഹത്തിന് അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു, ഞാന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവാണ്, എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് നിസ്കരിച്ചാൽ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അപ്പൊ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എന്ത് ചെയ്യണം? സ്വല്ലി അൽ ഇശാ സുമ്മൽ ഖിയാം, നീ ഇശാ നിസ്കരിക്കണം, പിന്നെ അതിനോട് ചേർന്നിട്ട് എന്ത് ചെയ്യണം? തറാവീഹും നിർവഹിക്കലാണ് വേണ്ടത്. അപ്പൊ റമളാനിലാകുമ്പോൾ അതിനൊരു പ്രത്യേക രൂപം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് കൊണ്ട് തന്നെ അതായിരിക്കും ഉത്തമം. അല്ല, നിങ്ങൾ ജമാഅത്തിൽ കൂടുന്നില്ല ഒരാള്, അയാള് സുദീർഘമായി, ഇപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുത്തൊരാൾ വന്ന് ചോദിച്ചു, ഞാൻ ഈ ജമാഅത്തിൽ കൂടലാണോ അതല്ല ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണോ വേണ്ട? അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ നിർവഹിക്കാം.
അതേ സമയത്ത് സുന്നത്തുൽ മുസ്ലിമീങ്ങളുടെ സുന്നത്ത്, സ്വഹാബത്തിന്റെ ഇജ്മാഇ എല്ലാം റമളാനിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് തറാവീഹിൽ പങ്കെടുക്കലായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജമാഅത്താക്കി നമ്മൾ പറഞ്ഞല്ലോ. ആ ജമാഅത്താക്കിയത് സ്വഹാബത്ത് മുഴുവൻ നിസ്കരിച്ചത് എവിടെയായിരുന്നു? പള്ളിയിൽ ജമാഅത്തായിട്ടായിരുന്നു. ആ നമസ്കാരം ചിലപ്പോൾ ദീർഘമായി പോകും. ദീർഘമായി 100 തോതി നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 3 ഖാരിഈങ്ങളെ വിളിച്ചു. 3 ഖാരിഈങ്ങളെ. അതിൽ നല്ല സ്പീഡിൽ ഓതുന്ന ആളുകളുണ്ട്, ഒരു മധ്യ നിലവാരത്തിൽ ഓടുന്ന ആളുണ്ട്, പറ്റേ ചുരുങ്ങിയ ആളുകളുണ്ട്, വളരെ സാവകാശം ഓതുന്ന ആളുകൾ. ഈ 3 ആളുകൾക്ക് 3 ടൈപ്പിൽ എന്ത് ചെയ്തു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് ഒരാള് ഒരു 30 തോതിക്കോട്ടെ, ഒരാള് അത് സുദീർഘമായി അങ്ങ് വരെ പോകുന്നതിന് പകരം ഒരു 30 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 20 ഈ രൂപത്തിൽ അദ്ദേഹം തീറ്റും തർത്തീബ് ചെയ്ത് കൊടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ റമളാനിലാകുമ്പോ സംസ്കാരം കഴിഞ്ഞിട്ട് ആ നിർവഹിക്കുന്ന നിസ്കാരത്തോടു കൂടി എന്തായി? പൂർത്തിയായി. ഇനി ഒരാള് അത്താഴത്തിന് എഴുന്നേറ്റു, അയാൾ കൊതു എടുത്തൊക്കെ വന്നു, 2 റക്അത്ത് നിസ്കരിക്കണം, കുഴപ്പമൊന്നുമില്ല, അയാൾ നിസ്കരിച്ചോട്ടെ. പക്ഷെ ഈ പറയപ്പെടുന്ന കാറ്റഗറിയിലുള്ള നിസ്കാരം കഴിഞ്ഞു, അയാൾക്ക് നിസ്കാരത്തിൽ മുഴുവൻ നിസ്കരിച്ച പ്രതിഫലവും ലഭിച്ചു കഴിഞ്ഞു. വിത്തറിലെ കുനൂത്ത്, ശരിക്കും കുനൂത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് ഓതിയത് നാസിലത്തിന്റെ കുനൂത്ത് മാത്രമാണ്. നാസിലത്ത് എന്നതിന് പറയുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ആ ഒരു കുനൂത്താൻ. അതായത് ബിഉർ മഊനയിൽ കൊല്ലപ്പെട്ട 70ഓളം സ്വഹാബികളെ ചതിയിൽ കൊലപ്പെടുത്തി. അതിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖത്തിലും കുനൂത്ത് ഓതി. കനത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറൻ, കനത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ. ഹദീസിലൊക്കെ കാണുന്ന വാചകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പ ദിവസം കുനൂത്ത് ഓതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം കുനൂത്ത് ഓതി എന്നാണ്. ആ കുനൂത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആയത്തിറങ്ങി ലൈസ ലക മിനൽ അംരി ശൈഉൻ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയതോടുകൂടി ആ കുനൂത്ത് അവസാനിക്കുകയും ചെയ്തു. ഇനി വിത്റിൽ കുനൂത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ വിത്റിലെ കുനൂത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഅലിലില്ല. എന്നാൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഹദീസ് ഉണ്ടോ? അതുമില്ല. പിന്നെ പറയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ ഇന്നത് ഇങ്ങനെ നീ ഓതണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിലൊക്കെ എന്തുണ്ട്? ചർച്ചയുണ്ട്. ചില ആളുകൾ അത് ദുർബലാണെന്ന് പറയും, ചില ആളുകൾ അല്ല അത് ഹസനാണെന്ന് പറയും. അങ്ങനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തിൽ വിത്റിലെ കുനൂത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സംഗതിയേ ഇല്ല. ഇനി ഉണ്ട് എന്ന് സങ്കല്പിക്കാം. നമുക്ക് എപ്പോഴാണ് അത് ഓതേണ്ടത്? എപ്പോ ഓതണം? അവസാനത്തെ റക്അത്തിലെ റുക്കൂഇന് ശേഷമാണോ ഓതേണ്ടത്, അതല്ല റുക്കൂഇന് മുമ്പാണോ ഓതേണ്ടത്? ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ തർക്കത്തിലാണ്. റുക്കൂഇന് മുമ്പ് ഓതണോ ശേഷം ഓതണോ? 2. അങ്ങനെ ഓതുമ്പോൾ എന്താണ് ഓതേണ്ടത്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത എന്നാണോ? അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഹ്ദിക വനുഅ്മിനു ബിക വനതവക്കലു അലൈക എന്നതാണോ ഓതേണ്ടത്? അതല്ല ഇന്നിപ്പോ കാണുന്ന മാതിരി പിടുത്തം വിട്ട പോക്കാണോ പോകേണ്ടത്? എന്താ പറയേണ്ടത്? പ്രമാണമില്ല, പറയാൻ സാധനമില്ല. എന്നാൽ ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് പറയപ്പെടുന്ന ചില ഹദീസുകളിൽ പഠിപ്പിച്ചു കൊടുത്ത വാചകം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതിൽ എന്താണോ അതിൽ നിർത്തലാണ് വേണ്ടത് എന്നാണ്. അന്നും ഈ വേണമെന്ന് പറയുന്ന ആളുകൾ തന്നെ 2 തട്ടിലാണ്. അവർ ചില ആളുകൾ പറയും അതുമ്മ നിർത്തലാണ് വേണ്ടത്, ചില ആളുകൾ പറയാനുള്ള എത്രയും പോയിക്കോട്ടെ എന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ സൗദിയിലൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഹറമിലൊക്കെ നടക്കുന്നത്. പിടുത്തം വിട്ട പോക്ക് അങ്ങോട്ട് പോവുകയാണ്. എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നതൊക്കെ പറയാണ്. അപ്പൊ ശരിക്കും ഇതിനൊരു മാതൃക ഉണ്ടോ എന്ന് വെച്ചാൽ മാതൃകയില്ല, അതിനൊരു മാതൃകയില്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഏറ്റവും പരിപക്വമായത് എന്താണോ അത് നിലനിർത്തണം എന്നാണ് നമ്മൾ പറയാ. നബി തങ്ങളുടെ ഫിഅലിൽ അതുണ്ടോ? ഇല്ല. എന്നാ പിന്നെ അവിടെ നിന്നോട്ടെ, അതാണ് ഏറ്റവും കരണീയം. കാരണം റസൂലുള്ളാഹിനെയാണ് അള്ളാഹു എന്തിയിട്ടുള്ളത്, പ്രവാചകനായി നിയോഗിച്ചത്, വേറെ ആരെയല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തു എന്ന് പറയപ്പെടുന്നതിൽ തന്നെ പണ്ഡിതന്മാർക്ക് എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ഹനഫി മദ്ഹബിൽ നോക്കിയാൽ അവസാനത്തെ റക്അത്തിലെ റുകൂഅ് കഴിഞ്ഞ് പിന്നെ അവരെന്ത് ചെയ്യും? സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു നല്ല പറയാ.
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കെട്ടി തന്നെ വെച്ചിട്ട്, ഒരു കൈ കെട്ടുന്ന പൊക്കലിന് താഴെയാണല്ലോ, കൈ കെട്ടിയിട്ട് കൈ കെട്ടി നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യാം, ഖുനൂത്ത് പറയാം. അപ്പൊ ശരിക്കും കൈ ഉയർത്തണോ കൈ കെട്ടണോ കൈ താത്തിയിടണോ തർക്കാണ്. ഹനഫി മദ്ഹബിൽ കൈ കെട്ടണം എന്ന് പറഞ്ഞു, ചില ആളുകൾ കൈ ഉയർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന കുറെ ഇഖ്തിലാഫാത്തുകൾ ഈ വിഷയത്തിൽ കിടന്ന് കറങ്ങാണ്. അവിടെ ഏറ്റവും കരണി എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ ഇല്ലേ? ചെയ്തിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്ന് ഉമ്മത്തിനോട് കൽപ്പിച്ചോ? അതറിയില്ല. ഹസൻ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് ഇഖ്തിലാഫുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ല എന്താണ്, അത് വേണ്ട നോക്കലാണ്. പിന്നെ അതിന്റെ ടൈം എപ്പോഴാണ്? റമദാനിലാകുമ്പോൾ പകുതിക്ക് ശേഷമാണ് ഷാഫി മദ്ഹബില്, പകുതി കഴിഞ്ഞാൽ തുടങ്ങണം. ചില ആളുകൾ അവസാനത്തെ പത്തില്, ചില ആളുകൾ തുടക്കം മുതലേ തുടങ്ങും. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികൾ ഇതിലേക്ക് കടന്നു വന്നു. ഒന്നിനും വ്യക്തമായി രേഖപ്പെടുത്തപ്പെടുന്ന സ്വഹീഹായ സ്വരീഹായ ഒരു ഹദീസോ ആശയമോ ഈ വിഷയത്തിൽ ഇല്ല എന്നതുകൊണ്ട് ഏറ്റവും കരണീയമായ നിലപാടിൽ നിൽക്കുക എന്നതാണ് നമ്മൾ ജനങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതെ, അത് എന്താ അറിയോ, ഈ മുമ്പ് ഞാനൊരിടത്ത് ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ പോകുമ്പോ എന്റെ കൂടെ ഒരാൾ കൂടി. അപ്പൊ കൂടി ലോട്ടറി നിഷിദ്ധാണെന്ന് പറഞ്ഞ രൂപത്തിലുള്ള ചർച്ച അവിടെ നടന്നത്. അങ്ങനെ ഞാൻ പോകുമ്പോ എന്റെ പിന്നാലെ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, മൗലവി ഇപ്പൊ ഖുർആനിലും ഹദീസിലും ഒക്കെ എതിരാണെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കണേ, പക്ഷെ ഇത് അനുവദനീയമാണെന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ആൾ ഇത് അനുവദനീയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ അയാളെ കൂടെയാണ്. അവിടെ ഒന്നും ഇല്ലെങ്കിലും ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് ഞാൻ അയാളെ കൂടെ കൂടാ. ഇതുപോലെ ഒരു മുടന്തൻ ന്യായാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, എന്നാൽ ചെയ്തിട്ടില്ലെങ്കിൽ നബി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യാലോ എന്ന് ഒരാൾ പറയുമ്പോ നിങ്ങൾ ആലോചിക്കുക. കേരളത്തിലെ സമസ്തക്കാരൻ ഈ വാദം നമ്മളോട് ആദ്യം ചോദിച്ചിരുന്നു. എന്ത്, റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം നടത്തിയപ്പോ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓര് പറഞ്ഞതാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ ഇനിയിപ്പോ അതിൽ എന്താണ് കാഴ്ചപ്പാട്? അതിന് അസുര പഠിച്ചാൽ മതി. അസുര എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തില്ല, എന്നാൽ ചെയ്യുന്നതിന് തടസ്സമില്ലാതിരിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്തിട്ടും നബിതങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തില്ല, ചെയ്യാതിരിക്കാൻ ഒരു തടസ്സമോടില്ല, ചെയ്യാനായിട്ടൊരു തടസ്സമൊന്നോടില്ല, എന്നിട്ട് ചെയ്തില്ല. ചെയ്യാനായി അവിടെ അവസരം ഇല്ലാത്തൊരു പ്രശ്നമില്ല, അതുകൊണ്ട് എന്നിട്ട് നബി തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്താ സുന്നത്ത്? അത്തർക്കു അസുന്ന, അതാണ് അവിടുത്തെ സുന്നത്ത്. അത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചു, എന്നാൽ സ്വഹാബത്തിനോട് അത് നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലോ എടുക്കാം, അതിനൊക്കെ പ്രമാണ തെളിവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ള ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം ഉദാഹരണം പറയാം. നബിതങ്ങൾ 3 ദിവസം ജമാഅത്ത് നിസ്കരിച്ചുള്ളൂ, തറാവീഹിൻ്റെത്. പിന്നെ നബിതങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? നിസ്കരിച്ചിട്ടില്ല, ഇല്ല, ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല, ഒട്ടും നിസ്കരിച്ചിട്ടില്ല, ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ റസൂൽ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരു സബബോടുണ്ട്, ഒരു വിഷയങ്ങൾ പഠിക്കാനുണ്ട്. 6 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഇത്തിബാ പൂർത്തിയാകുക. അതിപ്പോ എനിക്ക് പറയാൻ നേരല്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചു തരും. 6 കാര്യങ്ങൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇത്തിബാ പൂർത്തിയാകുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇത് ചെയ്യാതിരിക്കാനുള്ള കാരണം പറഞ്ഞത്? റസൂൽ പറഞ്ഞു, ഖശീതു അൻ തുഫ്റദ അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം കാരണം ഇത് ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു സംഗതി അവിടെ ഉള്ളത് കൊണ്ടാണ് നബി തങ്ങൾ എന്ത് ചെയ്തത്? നിസ്കരിക്കാതിരുന്നത്. മനസ്സിലായോ? അപ്പൊ റമളാനിൽ ഒരാൾ റസൂലുള്ളാഹി അവസാനത്തെ 10 ഇങ്ങനെ ഈ നിസ്കാരം മാത്രം നിസ്കരിച്ചു, പിന്നെ ഒരു നിസ്കാരം പള്ളിയിൽ ജമാഅത്ത് വന്നിട്ടില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞതാണ്, തറാവീഹ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഖിയാമുൽ ലൈൽ വേറെ നിസ്കരിച്ചോളാം, അതിന്റെ എന്റെ വീട്ടിൽ നിസ്കരിച്ചാൽ മതി, ഇതിന്റെ അകത്തൊക്കെ വേണ്ട.
ഈ വീട്ടിലൊറ്റയ്ക്ക് നിസ്കരിച്ചോളി. പള്ളിയിൽ ഒരൊറ്റ ജമാഅത്തെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിട്ടുള്ളൂ, നടത്തിയിട്ടുള്ളൂ. ആ ഒരു ജമാഅത്താണ് തറാവി. അതുകൊണ്ടാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആളുകൾ പറയുന്നത്, ഞങ്ങൾ തറാവീഹ് ഈ സമയത്ത് നിങ്ങൾ തറാവി നിസ്കരിക്കണേ, ഞങ്ങൾ ഖിയാമുൽ ലൈലാണ് നിസ്കരിക്കുന്നത്. തറാവീഹ് എന്നതിന്റെ പേര് തന്നെയാണ് ഈ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും. ഒന്ന് ചക്കരയും മറ്റൊന്ന് കൊപ്പരയും, ഒന്നിനും അത്ര മൈൻഡ് ഇല്ലാതെ ആളുകൾ ഭയങ്കര ആവേശം. അവിടെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. ചില സംഗതികളിലൊക്കെ ഈ ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. അതിന് പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ പ്രവാചക ചര്യയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായും അവിടെ ഒരു പ്രത്യേക ഒരു ഉന്മാദവും ഒരു പ്രത്യേക ആനന്ദവും ഒക്കെ കിട്ടാന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ടാണ് ഈ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇത്രയും വലിയ ആവേശം വരുന്നത്? അത് പ്രവാചകനോടുള്ള ഇഷ്ടവും സ്നേഹവും മഹബത്തും അങ്ങനെ വകഞ്ഞൊഴുകുന്നോണ്ടല്ല, അത് ശൈത്താനിയത്താണത്. പ്രവാചക ചര്യയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കിട്ടുന്ന ഒരു ശൈത്താനിയത്താണത്. അതാണ് ഈ ആനന്ദമൊക്കെ അവിടെ ഉണ്ടാകുക. മനസ്സിലായോ? ഇല്ലാത്തത് ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ രസം. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ തറാവി നമസ്കാരം സമസ്തക്കാരന്റെ പള്ളിയിൽ നിസ്കരിച്ചു വരുന്ന ഒരാള്, കഴിഞ്ഞ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, അയാള് പിന്നീട് മുജാഹിദ് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ അയാൾക്കൊരു ഉഷാറുണ്ടാവില്ല. എന്താ? അവിടെ തന്നെ 2 റക്അത്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് നബിയിൽ മുസ്തഫ സ്വലവാ സ്വല്ലിഅല എന്ന ഒച്ചപ്പാടും ബോളൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഒരു ആവേശമൊക്കെയാണ്. ഒരു മുജാഹിദ് പള്ളിയിൽ വന്ന ഒരു മുട്ടാട്ടവും ഇല്ല. നിസ്കാരം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുന്നു, എന്നിട്ട് നിസ്കരിക്കുന്നു, ഒരു രസവും ഇല്ല. അപ്പം പറയും ഒരു സുഖം കിട്ടിയില്ല നിസ്കരിച്ചിട്ട്. എന്താ? ഏതുപോലെ അറിയോ, ഈ പരിപാടിയിലൊക്കെ പോകുമ്പോ പഴയ കാലത്ത് ഈ ജനറേറ്റർ ഉണ്ടായിരുന്നല്ലോ, ജനറേറ്റർ. ഈ ജനറേറ്ററിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങണ ഒരു ചങ്ങായി ഉണ്ട്, ഇതിന്റെ ഓപ്പറേറ്റർ. ഓന് ഈ ഒച്ചയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല. ഓനെപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒച്ച വേണം. ഓനെ ഒച്ചയില്ലാത്ത സമയത്ത് കൊണ്ട് കിടത്തിയാൽ ഉറങ്ങൂല. എന്തേ? ഒരു സുഖമല്ല ഉറങ്ങാൻ. നമുക്ക് അതിന്റെ ഒച്ച കേട്ടിട്ട് ഉറങ്ങുമ്പോഴൊരു സുഖം. ഇതാണ് ഈ പറഞ്ഞതാണ് ഇതിലൊക്കെ വരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ അവസാനിപ്പിച്ചേട്ടാ, അവിടെ നമ്മൾ ചെയ്യേണ്ട പണി എന്താണോ സുന്നത്ത് അത് അന്വേഷിക്കണം. ആ വിഷയത്തിൽ എന്താണ് പ്രവാചകന്റെ ചര്യ, അവിടെ നിൽക്കുക. അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞാലും അവിടെ നമുക്ക് പ്രമാണമല്ല. അത് ആര് ചെയ്താലും അത് പ്രമാണമല്ല. എത്ര വലിയ ആളാണെങ്കിലും അത് പ്രമാണമല്ല എന്ന് നമ്മുടെ കൽബിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. ഇപ്പൊ കഴിഞ്ഞ ഈ റമദാന്റെ അവസാന സമയത്താണ് വിചിന്തനത്തിലൊരു ലേഖനം വന്നു. വിചിന്തനത്തിൽ ലേഖനം വന്നു. ആ ലേഖനം വന്നപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞു, ഇതെന്താ ഇങ്ങനൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അങ്ങ് അംഗീകരിക്കാൻ പറ്റൂല. എന്നാ ഇച്ച് പ്രമാണം കൊണ്ടുവാ. രാത്രി അങ്ങനെ നിസ്കാരം നിർവഹിച്ചു എന്നതിന് പ്രമാണം കൊണ്ട് എന്തുകൊണ്ട് വരണം പ്രമാണം? ആ പണ്ഡിതൻ, ഈ പണ്ഡിതൻ, ആ കിതാബി, അതൊന്നും ഇവിടെ വേണ്ട. കൊണ്ടുവരേണ്ട പ്രമാണം എന്താ? ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തഖററ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവാ, സ്വീകരിക്കാം. അല്ലെങ്കിൽ ഇത്തഫഖ സഹാബ അലാ ദാലിക് കൊണ്ടുവാ, സ്വീകരിക്കാം. അല്ലാത്തത് ഇസ്ലാമിന്റെ പ്രമാണമല്ല, അത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുമില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. അല്ല, പ്രമാണം എന്ന് പറയുന്നത് ഹറമല്ല. മക്കയും മദീനയും ദലീലേ അല്ല. അദ്ദലീൽ ഹുവൽ ഖുർആനു വസ്സുന്ന വഫഹ്മു സ്വഹാബ. ഇതാണ് ദലീൽ. മക്കയും മദീനയും ഇപ്പൊ സൗദി ഗവൺമെന്റിന്റെ കീഴിലാണ്, അല്ലേ? നാളെ പിറ്റേന്ന് അള്ളാഹു അവരുടെ ഈ ഭരണം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. വേറൊരു ടീം വന്ന് അവരത് പിടിച്ചടക്കി നോക്കട്ടെ. അന്ന് വന്നാൽ ആ ഭരണകർത്താക്കൾ ആരാണോ ചെയ്യുക അതനുസരിച്ചായിരിക്കും ചെയ്യാം. മുമ്പ് അവിടെ ഖബറുകളൊക്കെ കെട്ടിപ്പൊക്കി വെച്ചിരുന്നു. അവിടെ ഹറമിൽ 4 മുസല്ലയിട്ട് 4 മദ്ഹബിന്റെ ഇമാമുമാരും എന്ത് ചെയ്തിട്ടുണ്ട്, ജമാഅത്ത് നിർവഹിച്ചു. അതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നു. അന്ന് അത് ദലീലാകുമോ? ദലീലാകൂല. മക്കയും മദീനയിലും ആളുകൾ നിർവഹിച്ചു എന്നത് ദലീലല്ല. ഖുർആനിലും സുന്നത്തിലും എന്താ ഉള്ളത്, സ്വഹാബത്തിന്റെ ഇജ്മാഇൽ എന്താ ഉള്ളത്, അത് ദലീലാണ്, മറ്റേ ദലീലല്ല. അങ്ങനെ ദലീലാക്കുകയാണെങ്കിൽ അവിടെ മാറുന്നതിനനുസരിച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ദീന് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അതൊരിക്കലും പ്രായോഗികമല്ല. ഏറ്റവും പരിപക്വമത് അൽ ഖുർആനു വസ്സുന്ന, അതിന് മാറ്റല്ല. അതുമ്മ തന്നെയാണ് നമ്മുടെ പ്രമാണം ഉള്ളത്.
മുൻഫരിദിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. അയാൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ജമാഅത്തിൽ പങ്കെടുക്കാതെ ഒരാള് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ, അയാൾക്ക് ഖുർആൻ കൂടുതൽ ഓതാൻ അറിയാം, അയാൾ നിസ്കരിച്ചോട്ടെ, ഖൈറാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ വിഷയം എന്താണ്? വിഷയം പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ ഇവിടെ രണ്ടാമതൊരു ജമാഅത്ത് ഇവിടെ കൊണ്ടുവരാൻ എന്ത് ദലീലാ ഉള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഖൈറാക്കട്ടെ. പിന്നെ ഇന്ന് റമദാന്റെ 27 വലിയ പ്രതിഫലം കിട്ടാൻ 83.5 കൊല്ലം സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടും ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ മനാറുദ് അറബി കോളേജിൽ പഠിക്കുന്ന അറബി കോളേജിലെ മക്കൾക്ക് അവരുടെ ഭക്ഷണത്തിനൊരു പൈസ ഏകദേശം ഒരു മാസം 1 ലക്ഷം ഉറുപ്പികത്തോളം 50, 60, 70 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു സ്വതക്ക നിങ്ങളുടെ മക്കൾക്ക് ബ്രോസ്റ്റോ കുഴിമന്തിയൊക്കെ മേടിച്ചു കൊടുക്കലുണ്ടല്ലോ, റമദാനായിട്ട് കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ മക്കൾക്ക്, ദീന് പഠിക്കുന്ന മക്കൾക്ക്, അള്ളാന്റെ ദീന് പഠിക്കാൻ വെറും വർത്താനല്ലോ ഞാൻ പറയണത്. അവിടെ +1, +2 അറബി കോളേജിന്റെ സ്റ്റാർട്ടിംഗ് ആയി പ്രിലിമിനറിക്ക് പകരം +1, +2 പഠിക്കുന്ന കുട്ടികൾ 4 കിതാബ് അടക്കം പഠിക്കുന്ന കുട്ടികളാ. ഉസൂൽ സലാത്ത് പഠിക്കുന്നുണ്ട്, അർബഈൻ ഹദീസ് നബി പഠിക്കുന്നു, സിഫത്തു സലാത്ത് പഠിക്കുന്നു, പിന്നെ സഹീഹുൽ ഖിസസ് പഠിക്കുന്നു. ഈ 4 കിതാബുകൾ കൂടി +1, +2 കുട്ടികൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ കേരളത്തിൽ ഉണ്ടോ? ഉണ്ടാവില്ല. അള്ളാന്റെ തൗഫീഖിനായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മക്കൾക്കുള്ള ഭക്ഷണം അവിടെ നിൽക്കുന്ന കുട്ടികൾക്കും വന്നു പോകുന്ന കുട്ടികൾക്കുമുള്ള ഭക്ഷണത്തിന്റെ പൈസ എല്ലാവരും നന്നായിട്ട് 1000 2000 ഇനി ഫുള്ള് തരാൻ ആർക്കെങ്കിലും കഴിയോ അന്ന് തന്നോളി, അല്ലെങ്കിൽ എത്ര തരാൻ പറ്റുക തരാ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണ പോലെ പടച്ചോന്റെ അടുത്ത് നാളെ കൂലി കിട്ടുന്ന വലിയൊരു സദക്കയായി മാറട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാന്റെ ദീനിന്റെ യഥാർത്ഥ വിഷയത്തിലൂടെ കടന്നുപോയി അങ്ങനെ ഇബാദത്തെടുത്ത് അങ്ങനെ നാളെ സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ നിസ്കാരവും നോമ്പും നമ്മുടെ പുണ്യകർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ പ്രവേശിക്കുന്ന ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഗസയിലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുർക്ക് സഹായവും അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. സ്വസ്ഥതയും സമാധാനവും അള്ളാഹുർക്ക് കൊടുക്കുമാറാവട്ടെ. അവരെ ശത്രുവായി കാണുന്ന ആളുകളെ അള്ളാഹുവെ നീയാണ് ഇടപെടേണ്ടത്. അള്ളാഹുവെ നിന്റെ ഇടപെടലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവെ നീ അവർക്ക് സഹായമാവണേ. അള്ളാഹു അവരോട് നീ കരുണ കാണിക്കണേ. അള്ളാഹുവെ അവർക്ക് നീ എല്ലാ ഖൈറും ബർക്കത്തും കൊടുക്കണേ. അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.